ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 ആയ സെറ്റ്സിലെ 2021 ഫൈനൽ എക്സാമിന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ലെറ്റ് എക്സ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 1 2. റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം, ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി, ഫൈൻഡ് എ മൈനസ് ബി. എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് എന്നത് ആറിനേക്കാൾ ചെറുതായ എണ്ണൽ സംഖ്യയാണ്. ബി ഈക്വൽ ടു സെറ്റ് 1 2 ആയാൽ എ എന്ന സെറ്റിനെ റോസ്റ്റർ രീതിയിൽ എഴുതുക. എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുക. എ മൈനസ് ബി കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? എ എന്ന സെറ്റാണ്. എ എന്ന സെറ്റിലെ എലമെന്റ്സുകൾ എന്നിട്ട് പ്രത്യേകത എന്താണ്? അവയെല്ലാം ആറിനേക്കാൾ ചെറുതായ എണ്ണൽ സംഖ്യകളാണ്, അഥവാ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6. എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 2 3 4 5 എക്സെട്ര. ഇവയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആറിനേക്കാൾ ചെറുതായ എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 2 3 4 5. ഇവയാണ് ആറിനേക്കാൾ ചെറുതായ എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6 എന്ന് പറയുന്നത്. ഇനി ബി എന്ന സെറ്റ് നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? സെറ്റ് 1 2. ഇതാണ് നമ്മുടെ രണ്ട് സെറ്റുകൾ. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? റൈറ്റ് എ ഇൻ ദ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ എഴുതുന്നത് എന്തിനെയാണ്? എയിലെ എലമെന്റ്സുകൾ രണ്ട് ബ്രേസസ് ഇട്ട് കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എയുടെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 5 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുക. എന്താണ് ഇന്റർസെക്ഷൻ ഓപ്പറേഷന്റെ പ്രത്യേകത? എ എന്ന സെറ്റിലും ബി എന്ന സെറ്റിലും കോമൺ ആയി വരുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി എന്ന സെറ്റിൽ എഴുതുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, 1ഉം 2ഉമാണ് എ എന്ന സെറ്റിലും ബി എന്ന സെറ്റിലും രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സെറ്റ് 1 2. ഇനി മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് എ മൈനസ് ബി. എ മൈനസ് ബി കണ്ടുപിടിക്കുക. എ മൈനസ് ബി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എ എന്ന സെറ്റിൽ ഉള്ളതും ബി എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. അതായത് എ എന്ന സെറ്റിൽ ഉണ്ടാവണം, ബി എന്ന സെറ്റിൽ ആ എലമെന്റ് ഉണ്ടാവരുത്. ഇവിടെ 1 എന്ന എലമെന്റ് എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. അതുകൊണ്ട് എ മൈനസ് ബി എന്ന സെറ്റിൽ 1 ഒരു എലമെന്റ് ആവില്ല. ഇനി 2 എയിലുമുണ്ട് ബിയിലുമുണ്ട്. അപ്പോൾ 2ഉം എ മൈനസ് ബി എന്ന സെറ്റിലെ എലമെന്റ് അല്ല. 3 എയിലുണ്ട് ബിയിലില്ല. അപ്പോൾ എ മൈനസ് ബി എന്ന സെറ്റിലെ ആദ്യത്തെ എലമെന്റ് 3ആണ്. അതുപോലെ തന്നെ 4ഉം എയിലുണ്ട് ബിയിലില്ല. 5ഉം എയിലുണ്ട് ബിയിലില്ല. അതുകൊണ്ട് തന്നെ 3 4 5 എന്നിവയാണ് എ മൈനസ് ബി എന്ന സെറ്റിലെ എലമെന്റ്സുകൾ. അടുത്ത ചോദ്യം, ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 സ്റ്റുഡൻസ് 250 can speak Hindi and 200 can speak English. Also, each can speak at least one of these two languages. How many students can speak both Hindi and English? ഒരു ഗ്രൂപ്പിലെ 400 കുട്ടികളിൽ 250 കുട്ടികൾ ഹിന്ദിയും 200 കുട്ടികൾ ഇംഗ്ലീഷും സംസാരിക്കുന്നു. ഓരോ കുട്ടിയും ഒരു ഭാഷയെങ്കിലും സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്ന കുട്ടികളുടെ എണ്ണം എത്ര? അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 400 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എൻ ഓഫ് ടോട്ടൽ ഈക്വൽ ടു 400. ഇനി ഹിന്ദി സംസാരിക്കുന്ന കുട്ടികളെ നമുക്ക് എച്ച് കൊണ്ടും ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളെ ഇ കൊണ്ടും സൂചിപ്പിക്കാം. അപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന കുട്ടികളുടെ എണ്ണം നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഓഫ് എച്ച്. എത്ര കുട്ടികളാണ് ഹിന്ദി സംസാരിക്കുന്നത്? 250. ഇനി ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളോ? എൻ ഓഫ് ഇ 200. പിന്നീട് എന്താ തന്നിട്ടുള്ളത്? ആൾസോ ഈച്ച് ക്യാൻ സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു ലാംഗ്വേജസ്. അതായത് 400 കുട്ടികളിൽ എല്ലാ കുട്ടികളും ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയുന്ന കുട്ടികളാണ്. ഒന്നും അറിയാത്ത ഒരു കുട്ടികൾ പോലും ഇല്ല. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എൻ ഓഫ് ടോട്ടലിനെ എൻ ഓഫ് എച്ച് ഓർ ഇ, അതായത് ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. കാരണം നമുക്ക് അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റിയത്? ഈ 400 കുട്ടികളിൽ ഒരാൾ പോലും ഹിന്ദിയോ ഇംഗ്ലീഷോ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എങ്കിലും അറിയാത്ത ഒരു കുട്ടികൾ പോലും ഇല്ല എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഓഫ് എച്ച് ഓർ ഇ, അതായത് ഹിന്ദിയോ ഇംഗ്ലീഷോ അല്ലെങ്കിൽ രണ്ടും അറിയുന്ന എത്ര കുട്ടികളുണ്ട്? 400 കുട്ടികളുണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ എൻ ഓഫ് എച്ച് ഓർ ഇനെ നമുക്ക് എങ്ങനെ എഴുതാം? ഓർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂണിയൻ ഓപ്പറേഷൻ ആണ് വരിക. അപ്പോൾ എൻ ഓഫ് എച്ച് യൂണിയൻ ഇ ഈക്വൽ ടു 400. എപ്പോഴും
നമ്പർ ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് എൻ ഓഫ് എച്ച് യൂണിയൻ ഇ ആവുകയില്ല. കാരണം ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഹിന്ദിയോ ഇംഗ്ലീഷോ രണ്ടും അറിയാത്ത ഒരു കുട്ടികൾ പോലും ഇല്ല എന്ന് പ്രത്യേകം തന്നതുകൊണ്ട് മാത്രമാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസും എൻ ഓഫ് എച്ച് യൂണിയൻ ഇയും രണ്ടും 400 ആയത്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ മെനി സ്റ്റുഡൻസ് ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അതായത് ഹിന്ദിയും ആൻഡിന് നമ്മൾ ഏത് ഓപ്പറേഷൻ എഴുതുക? ഇന്റർസെക്ഷൻ. ഇംഗ്ലീഷും അറിയുന്ന കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്. എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അവിടെ എയുടെയും ബിന്റെയും സ്ഥാനത്ത് ഇവിടെ എന്താണ്? ഇ എച്ചും ഇയുമാണ്. അപ്പോൾ എൻ ഓഫ് എച്ച് യൂണിയൻ ഇ ഈക്വൽ ടു എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് ഇ മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇനെ ഇക്വേഷന്റെ ഈ സൈഡിലേക്കും എൻ ഓഫ് എച്ച് യൂണിയൻ ഇനെ ഇക്വേഷന്റെ എതിർഭാഗത്തേക്കും കൊണ്ടുപോയാൽ എങ്ങനെ വരും ഇക്വേഷൻ? ഇവിടെ മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ ഈക്വൽ ടു എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് ഇ. ഇനി ഈ എൻ ഓഫ് എച്ച് യൂണിയൻ ഇ നമുക്ക് ഇക്വേഷന്റെ എതിർഭാഗത്തേക്ക് കൊണ്ടുപോകണം. ഇവിടെ പ്ലസ് എൻ ഓഫ് എച്ച് യൂണിയൻ ഇ ആണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ മൈനസ് എൻ ഓഫ് എച്ച് യൂണിയൻ ഇ എന്ന് വരും. ഇനി എൻ ഓഫ് എച്ച്, അതായത് ഹിന്ദി സംസാരിക്കുന്ന എത്ര കുട്ടികളുണ്ട്? 250 പ്ലസ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന എത്ര കുട്ടികളുണ്ട്? 200 മൈനസ് എൻ ഓഫ് എച്ച് യൂണിയൻ ഇ, അതായത് ഹിന്ദിയോ ഇംഗ്ലീഷോ സംസാരിക്കുന്ന എത്ര കുട്ടികളുണ്ട്? അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 400. 250 പ്ലസ് 200 എന്ത് വരും? 450. 450 നിന്നും 400 പോയി കഴിഞ്ഞാൽ 50 കുട്ടികൾക്കാണ് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 50 ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ +1 മാത്തമാറ്റിക്സിലെ സെറ്റ്സ് എന്ന പാഠത്തിലെ 2022 ഫൈനൽ എക്സാമിന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്